കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള പ്രധാന ലക്ഷ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 2 തവണയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് സംസ്ഥാനത്ത് ഭരണം നടത്തി വരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലൊരു തുടർ ഭരണവും കഴിഞ്ഞ തവണ ഉണ്ടായി. ഇത്തവണ അധികാരം പിടിക്കാൻ ഏറെ അനുകൂലമായ സാഹചര്യമാണെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. ഏകദേശം 1.5 വർഷത്തിനുള്ളിൽ മാത്രമേയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ. പക്ഷേ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരെ അലട്ടുന്നൊരു വിഷയമുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണം പിടിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച ഇപ്പോൾ അനൗദ്യോഗികമായി പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുകയാണ്. ഈ ചർച്ച ഉയർന്നു വരുന്നതല്ല പ്രശ്നം. ഈ ചർച്ചയിൽ പിടിച്ച് ചില സാമുദായിക നേതാക്കൾ അഭിപ്രായങ്ങൾ പറയാൻ ആരംഭിച്ചതാണ് പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത്. കേരളത്തിലെ പ്രബലമായ 2 സാമുദായിക സംഘടനകൾ മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതോടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി മൂർച്ച കൈവന്നു. ഭരണം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകുവാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനേക്കാൾ എന്തുകൊണ്ടും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് സാമുദായിക നേതാക്കൾ പങ്കുവച്ചത്. ഭരണം കിട്ടുകയാണെങ്കിൽ ചെന്നിത്തല മുഖ്യമന്ത്രിയാകേണ്ട ആൾ തന്നെയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ മുതിർന്ന കോൺഗ്രസ് നേതാവാണെന്നുള്ളത് മാത്രമല്ല, അത്രത്തോളം എക്സ്പീരിയൻസും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അധികാരം സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്ന വിവാദങ്ങളോട് സാധാരണ പ്രവർത്തകർക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണ തനിക്ക് നഷ്ടപ്പെട്ട പ്രതിപക്ഷ നേതൃസ്ഥാനം ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തിലൂടെ തിരിച്ചുപിടിച്ചു മറുപടി നൽകണമെന്ന ആഗ്രഹം ഒരുപക്ഷെ ചെന്നിത്തലയ്ക്ക് കാണും. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കൗമുദി ടി.വിയിൽ ഒരു അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നത്. ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലപാടുകളും ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ നീക്കുപോക്കുകളും സംബന്ധിച്ച് കുറേയേറെ കാര്യങ്ങൾ ചെന്നിത്തല ഈ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. താങ്കൾ പ്രതിപക്ഷത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണല്ലോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നതാണ് എപ്പോഴുമുള്ള സമീപനം എന്ന മറുപടിയാണ് ചെന്നിത്തല പറയുന്നത്. ആ നിലപാട് വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുമ്പോൾ മുതൽ സ്വീകരിക്കുന്നതാണ്, ഇപ്പോഴും തുടരുന്നു എന്നും അദ്ദേഹം പറയുന്നു. 2026 UDF-ന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ട നേതാക്കളിൽ ഒരാളാണ് താങ്കൾ. അതിപ്പോൾ ഒരു വിവാദമാക്കി ആ വാതിലടയ്ക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ വിവാദത്തിന് ഒന്നുമില്ലെന്നും പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും ഭംഗിയായി നടത്തണമെന്ന ആഗ്രഹമാണ് എനിക്കുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല ഒരാളുടെ പ്രവർത്തനമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാമുദായിക സംഘടനകളുടെ യോഗങ്ങളിൽ പങ്കെടുത്ത സാഹചര്യത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മന്നൻ ജയന്തിയിൽ പങ്കെടുത്തത് വിവാദമാക്കാൻ ശ്രമങ്ങൾ ഉണ്ടായില്ലേ എന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തല വിശദമായാണ് മറുപടി പറയുന്നത്. ഞാൻ മന്നൻ ജയന്തിയിൽ പോകുന്നതിന് മുൻപ് പോയത് ശിവഗിരിയിലാണ്. NSSന്റെ പരിപാടിക്ക് കഴിഞ്ഞ 11 വർഷത്തിന് ശേഷമാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിവിധ സംഘടനകൾ വിളിക്കുന്ന പരിപാടികൾക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ എല്ലാ കാലത്തും പോകുന്നതാണ്. ഇപ്പോൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നേ ഉള്ളൂ എന്നാണ് ചെന്നിത്തല അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ചില പ്രധാന ചോദ്യങ്ങളെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിനെ കുറിച്ചാണ്. കോൺഗ്രസിൽ താങ്കൾക്ക് പുറമെ മുതിർന്ന നേതാക്കളായ കെ. സുധാകരൻ, വി.ഡി. സതീശൻ, ശശി തരൂർ, കെ. മുരളീധരൻ, കെ.സി. വേണുഗോപാൽ തുടങ്ങിയ ആരെയും മുഖ്യമന്ത്രി സ്ഥാനത്തിന് പരിഗണിക്കാം എന്നുള്ളതാണ് സാഹചര്യം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴേ കലഹം തുടങ്ങിയോ എന്നാണ് അവതാരകൻ ആ ചോദ്യം ചോദിക്കുന്നത്. ആ പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ഈ നേതാക്കളുടെ എല്ലാം പ്രവർത്തനം പാർട്ടിക്ക് അനിവാര്യമാണ്. ഒരാളെയും മാറ്റി നിർത്തണമെന്ന അഭിപ്രായം എനിക്കില്ല. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പോകേണ്ട സമയമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉടനെയുണ്ടാകും. അവിടെയാണ് സാധാരണ പ്രവർത്തകൻ മത്സരിച്ച് ജയിക്കേണ്ടത്. 2010 ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിൽ കോൺഗ്രസിനും UDF-നും കിട്ടിയ ഏറ്റവും വലിയ വിജയമുണ്ടായത്. അന്ന് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായാണ് അങ്ങനെയൊരു വിജയമുണ്ടായത്. പ്രതിപക്ഷ നേതാവും താങ്കളും തമ്മിൽ ശീതസമരമുണ്ടെന്ന് സംസാരമുണ്ടല്ലോ എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടോ എന്ന് ചെന്നിത്തല തിരിച്ചു ചോദിക്കുന്നു. അതിനു പിന്നാലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് സതീശന് കിട്ടേണ്ട ഒരു അവസരം ഒഴിവാക്കിയ സംഭവത്തിൽ, അതായത് അദ്ദേഹം മന്ത്രിയാകുന്നതിന് പകരം BS ശിവകുമാർ മന്ത്രിയായ സംഭവത്തിൽ താങ്കൾക്ക് റോൾ ഉണ്ടായിരുന്നെന്ന് പറയുന്നവരുണ്ട് എന്ന് അവതാരകൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെ നടന്നതിന് അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ട് എന്നാണ് ചെന്നിത്തല പറയുന്നത്. ഒരിക്കലും ശിവകുമാറിനു വേണ്ടി സതീശനെ ഒഴിവാക്കിയിട്ടില്ല എന്നും ചെന്നിത്തല പറയുന്നു. പണ്ട് താങ്കളെ നായറായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായി ഒരു ആരോപണം ഉയർന്നിരുന്നു. NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗം ഒരു തരത്തിൽ ആ ഒരു ബ്രാൻഡിംഗ് അല്ലേ എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല എന്നാണ് ചെന്നിത്തല മറുപടി പറയുന്നത്.
NSSന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നെക്കുറിച്ചും മാത്രമല്ല ഗണേഷ് കുമാറിനെക്കുറിച്ചും പറഞ്ഞു എന്നും ചെന്നിത്തല മറുപടി പറയുന്നുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി NSS കോളേജിലാണ് പഠിച്ചത്. ആ പ്രദേശങ്ങളിലൊക്കെ ബന്ധമുണ്ട്. അങ്ങനെ ആ അർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ മറ്റൊരു അർത്ഥമില്ല എന്നും ചെന്നിത്തല വ്യക്തമാക്കുന്നു. പുത്രനാണെങ്കിൽ അച്ഛൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ എന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി എനിക്ക് നല്ല ബന്ധമാണെന്നും അത് 40 വർഷമായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. താങ്കൾ KPCC പ്രസിഡന്റായിരുന്നപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് അവസരങ്ങൾ കുറവായിരുന്നു എന്നാണ് വിമർശകർ പറയുന്നതെന്ന് അവതാരകൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്തതെന്ന് ചെന്നിത്തല മറുപടി പറയുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരള ചരിത്രത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ അഴിമതികൾ ചൂണ്ടിക്കാട്ടുകയും അത് പിൻവലിപ്പിക്കുകയും ചെയ്തു. പക്ഷേ സ്വർണ്ണക്കടത്ത് ആരോപണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പല രീതിയിൽ അന്വേഷിച്ചിട്ടും എങ്ങും എത്തിയില്ല. അവിടെയാണ് CPM-ഉം BJP-യും തമ്മിലുള്ള ഐക്യം. അവർ തമ്മിൽ അന്തർധാര അന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇനി നാളെയും ഉണ്ടാവും, ചെന്നിത്തല പറയുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ തനിക്ക് നേരിട്ടൊരു വലിയ വേദനയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. പ്രവർത്തക സമിതിയിൽ സ്ഥിരാംഗം ആകാതിരുന്നത് താങ്കളെ വേദനിപ്പിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അത് വേദനിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് എന്നാണ് ചെന്നിത്തല പറയുന്നത്. അക്കാര്യത്തിൽ എന്നോട് ഒരു അനീതി ചെയ്തു എന്നുള്ള ഫീലിംഗ് എനിക്കുണ്ട്. അതുമാത്രമല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്വമേധയാ ഒഴിഞ്ഞിരുന്നേനെ. ഉമ്മൻചാണ്ടി ഇക്കാര്യം KC വേണുഗോപാലിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു. ഖാർഗേജി വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു. നേതൃത്വത്തിന് അങ്ങനെയൊരു താല്പര്യമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അപ്പോഴേ ഒഴിഞ്ഞേനെ. മര്യാദയില്ലാതെ പെരുമാറി എന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. അതിനുശേഷവും ഞാൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഞാൻ ഈ പാർട്ടിയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. 19 വർഷം മുൻപിരുന്ന പോസ്റ്റിലേക്ക് പിന്നെയും എന്നെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായും വേദന ഉണ്ടാകില്ലേ? അപ്പോഴും ഞാനൊന്നും പറയാതെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്തത്. അവസാനമായി VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കമുണ്ടായാൽ KC വേണുഗോപാൽ സമന്വയ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു എന്ന അവതാരകന്റെ ചോദ്യത്തിന് അതൊക്കെ നിങ്ങളുടെ ഭാവനാവിലാസങ്ങളാണെന്നും അവരെ രണ്ടുപേരെയും ഞാൻ ഒത്തിരി സഹായിച്ചിട്ടുള്ളതാണ് എന്നുമാണ് ചെന്നിത്തല പറയുന്നത്.